1995 ഡിസംബർ 18 ഫ്രാൻസിലെ ബസാൻസൻ എന്ന ടൗണിൽ നിന്നും 19 വയസ്സുള്ള സെലീൻ ഫിഗാർഡ് എന്ന പെൺകുട്ടി ഇംഗ്ലണ്ടിലേക്കൊരു യാത്ര പോകുന്നു. ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ബന്ധുവിനോടൊപ്പം ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കുക എന്നുള്ളതായിരുന്നു സെലീനിന്റെ പ്ലാൻ. ആ സമയത്ത് ഫ്രാൻസിലെ പബ്ലിക് ട്രെയിനുകളിലെ യാത്ര അത്ര സുഗമമല്ലാത്തതിനാൽ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ ട്രക്കിലാണ് സെലീൻ യാത്ര പോയത്. അദ്ദേഹം ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിലെ പല സ്ഥലങ്ങളിലേക്കും കാർഗോ കൊണ്ടുപോകുന്ന ട്രക്ക് ഡ്രൈവറാണ്. ഇംഗ്ലണ്ടിലെ ഫോക്സ്റ്റോൺ എന്ന ടൗൺ വരെ അദ്ദേഹത്തിന്റെ ട്രക്കിൽ പോവാം. അവിടെ നിന്നും സെലീന്റെ കസിൻ താമസിക്കുന്ന ഫോർഡിംഗ് ബ്രിഡ്ജിലെത്തണമെങ്കിൽ വീണ്ടും 250 കിലോമീറ്റർ യാത്ര ചെയ്യണം. അതിന് ഇംഗ്ലണ്ടിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം എന്തെങ്കിലും പ്രയോജനപ്പെടുത്താമെന്ന ചിന്തയിലാണ് സെലീൻ ആ ട്രക്കിൽ യാത്ര ആരംഭിച്ചത്. എന്നാൽ അവളുടെ ജീവൻ തന്നെ കവർന്നെടുത്ത ഒരു യാത്രയായി അത് മാറുകയായിരുന്നു. എന്താണ് സെലീൻ ഫിഗാർഡ് എന്ന ആ 19 വയസ്സുകാരിക്ക് സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. മെയ് 23 ഫ്രാൻസിലെ ബസാൻസൻ എന്ന ടൗണിലാണ് സെലീൻ ഫിഗാർഡ് ജനിച്ചത്. അച്ഛനും അമ്മയും 2 സഹോദരന്മാരും ഒരു സഹോദരിയും അടങ്ങുന്ന സെലീന്റെ കുടുംബം വളരെ സന്തോഷത്തോടെയാണ് അവിടെ ജീവിച്ചിരുന്നത്. സെലീന്റെ അച്ഛൻ ബെർണാഡ് ഫിഗാർഡ് ഒരു ഫാർമറാണ്. അദ്ദേഹം സെലീന് 14 വയസ്സുള്ളപ്പോൾ അവളെയും കൊണ്ട് ബ്രിട്ടനിലേക്കൊരു വിനോദയാത്ര പോയിരുന്നു. അന്നു മുതൽ അവളുടെ മനസ്സിൽ ഒരാഗ്രഹം കടന്നുകൂടി. എന്നെങ്കിലും ഒരിക്കൽ ബ്രിട്ടനിലേക്ക് താമസം മാറ്റണം. അവൾക്ക് ആ സ്ഥലങ്ങൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഈ സമയത്താണ് സെലീന്റെ ഒരു കസിന് ഇംഗ്ലണ്ടിൽ ജോലി ലഭിച്ചത്. ഫോർഡിംഗ് ബ്രിഡ്ജിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിൽ മാനേജറായിട്ടായിരുന്നു അദ്ദേഹത്തിന് ജോലി ലഭിച്ചത്. ഇതോടെ അതിൽ ഇൻസ്പയർഡായ സെലീൻ ഇംഗ്ലണ്ടിൽ ഹോട്ടൽ ഫീൽഡിൽ ജോലി ലഭിക്കുന്നതിനായി അക്കൗണ്ടിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. ഫ്രാൻസിലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ഇംഗ്ലണ്ടിലേക്ക് യാത്ര പോകുന്നതും കസിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുമെല്ലാം സെലീൻ ശീലമാക്കി. ഒരിക്കൽ കോളേജ് വെക്കേഷൻ സമയത്ത് ഇംഗ്ലണ്ടിലെ ഒരു ഹോട്ടലിൽ അവൾക്കൊരു ജോലിയും ലഭിച്ചു. കുറച്ചു മാസങ്ങൾ അവിടെ ജോലി ചെയ്തതിനു ശേഷമാണ് സെലീൻ പഠനം തുടരുന്നതിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു വന്നത്. 1995 ഡിസംബർ മാസത്തോടെ സെലീൻ വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. ഇത്തവണ കസിന്റെ കൂടെ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കുക എന്നത് മാത്രമായിരുന്നു ആ യാത്രയുടെ ഉദ്ദേശം. അങ്ങനെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡിസംബർ 18 സെലീൻ അവളുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ ട്രക്കിൽ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അന്ന് ഈവനിങ്ങോടെ സെലീൻ അവളുടെ കസിൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ എത്തേണ്ടതാണ്. അവിടെ എത്തിയതിനു ശേഷം വീട്ടിലേക്ക് ഫോൺ വിളിച്ചോളാമെന്ന് അവൾ പാരന്റ്സിനോട് പറഞ്ഞതുമാണ്. എന്നാൽ അന്ന് രാത്രിയായിട്ടും സെലീൻ വീട്ടിലേക്ക് വിളിച്ചതേയില്ല. പകരം അവളുടെ കസിനാണ് വിളിച്ചത്. സെലീൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല എന്നും അവളുടെ പ്ലാനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ എന്നുമാണ് അദ്ദേഹം സെലീന്റെ പാരന്റ്സിനോട് ചോദിച്ചത്. ഇത് കേട്ടതോടെ പാരന്റ്സിന് ഭയമായി. അവർ ഉടനെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറഞ്ഞു. ഫ്രഞ്ച് പോലീസ് പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷ് പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുകയും സെലീൻ ഫിഗാർഡ് എന്ന ഫ്രഞ്ച് യുവതി ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രാമധ്യേ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയും അവളുടെ ഫോട്ടോയും മറ്റുമെല്ലാം കൈമാറുകയും ചെയ്തു. ബ്രിട്ടീഷ് പോലീസ് ആ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ത്വരിതഗതിയിലാക്കി. ഇതേസമയം സെലീന്റെ പാരന്റ്സ് ഇംഗ്ലണ്ടിലെത്തുകയും തിരച്ചിലിന്റെ ഭാഗമാവുകയും ചെയ്തു. പാരന്റ്സ് ഇംഗ്ലണ്ടിലെത്തുമ്പോഴേക്കും പോലീസ് അവരുടെ ഫാമിലി ഫ്രണ്ടായ ട്രക്ക് ഡ്രൈവറിനെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. കാരണം അയാളുടെ ട്രക്കിലാണ് സെലീൻ ഇംഗ്ലണ്ടിലെത്തിയത്. എന്നാൽ താൻ സെലീനെ ഫോക്സ്റ്റോണിൽ ഇറക്കിയെന്നും അവിടെ നിന്നും താൻ വേറെ റൂട്ടിലൂടെയാണ് പോയത് എന്നുമാണ് അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞത്. ഫോക്സ്റ്റോണിലെ ട്രക്ക് സ്റ്റോപ്പിൽ നിന്നും സെലീന്റെ കസിൻ ജോലി ചെയ്യുന്ന ഫോർഡിംഗ് ബ്രിഡ്ജിലെ ഹോട്ടലിലേക്ക് 250 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ആ യാത്ര സെലീൻ എങ്ങനെയാണ് നടത്തിയത് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. പോലീസ് ഉടനെ തന്നെ ഫോക്സ്റ്റോണിലെ ട്രക്ക് സ്റ്റോപ്പിലെത്തി അവിടെയുള്ള മറ്റ് ട്രക്ക് ഡ്രൈവർമാരുടെ മൊഴിയെടുത്തു. ഇതോടെ ഫ്രഞ്ചുകാരനായ മറ്റൊരു ട്രക്ക് ഡ്രൈവർ ന്യൂബറി വരെ സെലീന് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അയാളെയും പോലീസ് കണ്ടെത്തുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. ന്യൂബറിയിലെ ട്രക്ക് സ്റ്റോപ്പ് വരെ ഞാൻ ആ പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുത്തിരുന്നു എന്നും ന്യൂബറിയിലിറങ്ങിയ ആ പെൺകുട്ടി അടുത്തുള്ള പേ ഫോണിൽ നിന്നും
കസിനെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും എന്നാൽ കോൾ കണക്ട് ആയില്ല എന്നും എനിക്ക് ലോഡ് ഇറക്കാൻ സമയമായതിനാൽ ഞാൻ അവിടെ നിന്നും പോയി എന്നുമാണ് ആ ട്രക്ക് ഡ്രൈവർ മൊഴി നൽകിയത്. ന്യൂബറിയിൽ നിന്നും സെലീന്റെ കസിൻ ജോലി ചെയ്യുന്ന ഹോട്ടലിലേക്ക് എത്താൻ അരമണിക്കൂർ മാത്രമേ ട്രാവൽ ഡിസ്റ്റൻസ് ഉള്ളൂ. അതിനാൽ സെലീൻ ട്രെയിനിലോ മറ്റോ പോയിട്ടുണ്ടാവുമെന്നാണ് പോലീസ് ആദ്യം ചിന്തിച്ചത്. എന്നാൽ ന്യൂബറിയിലെ ട്രക്ക് സ്റ്റോപ്പിൽ നിന്നും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. അതിനാൽ ന്യൂബറിയിൽ നിന്നുമുള്ള ഏതെങ്കിലും ട്രക്കിൽ സെലീൻ വീണ്ടും ലിഫ്റ്റ് ചോദിച്ചിരിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. പോലീസ് ന്യൂബറിയിലെ ട്രക്ക് സ്റ്റോപ്പിലെത്തി അന്വേഷണം നടത്തി. ഇതോടെയാണ് കേസിൽ നിർണായകമായ പല വിവരങ്ങളും ലഭിച്ചത്. ന്യൂബറിയിലെ ട്രക്ക് സ്റ്റോപ്പിലിറങ്ങിയ സെലീൻ അവളുടെ കസിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കാരണം അവിടെയുള്ള മറ്റു ചില ട്രക്ക് ഡ്രൈവേഴ്സിനോട് ലിഫ്റ്റ് ചോദിച്ചിരുന്നു. അതിൽ ആദ്യത്തെ ട്രക്ക് ഡ്രൈവർ ഒരു ദൂരയാത്ര കഴിഞ്ഞ് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വിശ്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രണ്ടാമത്തെ ട്രക്ക് ഡ്രൈവർ വേറെ റൂട്ടിലൂടെയാണ് പോകുന്നത്. ഇതോടെ സെലീൻ മൂന്നാമത്തെ ട്രക്ക് ഡ്രൈവറിനരികിലെത്തി. അവസാനം അയാളാണ് സെലീന് ലിഫ്റ്റ് കൊടുത്തത്. ആദ്യത്തെ 2 ഡ്രൈവേഴ്സിനെയും പോലീസ് കണ്ടെത്തി. എന്നാൽ മൂന്നാമത്തെ വ്യക്തി ആരാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ ട്രക്ക് സ്റ്റോപ്പിലെ മറ്റ് ഡ്രൈവേഴ്സിന് പോലും അയാൾ ആരാണെന്നുള്ളതിൽ വ്യക്തതയില്ല. എന്നാൽ അയാളുടേത് ഒരു വൈറ്റ് മെഴ്സീഡീസ് ട്രക്കാണെന്നും കാണാൻ 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ലൈറ്റ് യെല്ലോ കളർ മുടിയും താടിയുമെല്ലാമുള്ള ഒരു വ്യക്തിയാണെന്നും അവർ പോലീസുകാരോട് പറഞ്ഞു. അയാളുടെ ട്രക്കിൽ കയറി പോയതിനു ശേഷമാണ് സെലീനെ കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളാണ് സെലീനെ കിഡ്നാപ്പ് ചെയ്തത് എന്ന് പോലീസും ഏറെക്കുറെ ഉറപ്പിച്ചു. എത്രയും പെട്ടെന്ന് അയാളെ കണ്ടെത്തിയില്ലെങ്കിൽ സെലീന്റെ ജീവൻ അപകടത്തിലാവുമെന്ന് മനസ്സിലാക്കിയ പോലീസ് അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി. ന്യൂബറിയിലെ മറ്റ് ട്രക്ക് ഡ്രൈവേഴ്സ് പറഞ്ഞുകൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് പോലീസ് ആദ്യം അയാളുടെ ഒരു രേഖാചിത്രം വരച്ച് മാധ്യമങ്ങൾ മുഖേന പബ്ലിക്കിന് മുന്നിലെത്തിച്ചു. ടെലിവിഷൻ ചാനലുകളിലും ന്യൂസ് പേപ്പറുകളിലും ഈ വാർത്ത വന്നതോടെ കേസ് ബ്രിട്ടനിലും ഫ്രാൻസിലും ഒരുപോലെ ചർച്ചാ വിഷയമായി. ഇതേസമയം സെലീൻ ഒരു സീരിയൽ കില്ലറിന്റെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലും അഭ്യൂഹങ്ങളുണ്ടായി. കാരണം കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് ന്യൂബറിയിൽ വെച്ച് സമാനമായ രീതിയിൽ നിരവധി പെൺകുട്ടികളെയാണ് കാണാതായത്. അതിൽ പലരുടെയും ഡെഡ് ബോഡി പിന്നീട് കണ്ടെത്തിയെങ്കിലും കില്ലറിനെ പിടികൂടാൻ മാത്രം പോലീസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേ സീരിയൽ കില്ലർ തന്നെയാണ് സെലീനെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് എന്നും ഒരുപക്ഷെ ആ ട്രക്ക് ഡ്രൈവർ തന്നെയായിരിക്കും ആ സീരിയൽ കില്ലർ എന്നുമുള്ള രീതിയിലാണ് അഭ്യൂഹങ്ങൾ പരന്നത്. ഇതോടെ സെലീനെ കണ്ടെത്തുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പോലീസ് വലിയൊരു തിരച്ചിൽ സംഘത്തെ രംഗത്തിറക്കി. ന്യൂബറിയിൽ നിന്നുമുള്ള ട്രക്ക് റൂട്ടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും തിരച്ചിൽ നടന്നത്. 100 കണക്കിന് ഓഫീസേഴ്സ് അടങ്ങിയ സെർച്ചിംഗ് ടീം ഒരാഴ്ചയോളം തിരച്ചിൽ നടത്തിയിട്ടും ആ ട്രക്ക് ഡ്രൈവറിനെയോ സെലീനെയോ കണ്ടെത്താനായില്ല. ഒടുവിൽ ഡിസംബർ 29-ന് പോലീസ് സ്റ്റേഷനിലേക്കൊരു ഫോൺ കോൾ വന്നു. ന്യൂബറിയിൽ നിന്നും 130 കിലോമീറ്റർ മാറിയുള്ള വോർസെസ്റ്റർ എന്ന ടൗണിൽ റോഡ് സൈഡിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന നിലയിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയെന്ന് പറഞ്ഞാണ് ഫോൺ വന്നത്. സെലീന്റെ കസിനുമായി പോലീസ് ആ സ്ഥലത്തെത്തുകയും ഡെഡ് ബോഡി സെലീൻ ഫിഗാർഡിന്റെ തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. മകളെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഇംഗ്ലണ്ടിലെത്തിയ സെലീന്റെ പാരന്റ്സിനെ ആ വാർത്ത അക്ഷരാർത്ഥത്തിൽ തളർത്തി കളഞ്ഞു. വോർസെസ്റ്റർ ടൗണിലെ ഒരു ഹൈവേക്കരികിൽ നിന്നുമാണ് ഡെഡ് ബോഡി ലഭിച്ചത്. ട്രക്കുകൾ ധാരാളമായി പോകുന്ന റൂട്ടാണ് അതെങ്കിലും ന്യൂബറിയിൽ നിന്നും സെലീന് പോവേണ്ടിയിരുന്ന ഹൈവേയുടെ നേർ എതിർദിശയിലുള്ള ഹൈവേയാണത്. ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഡെഡ് ബോഡി കണ്ടെത്തിയത്. സെലീന്റേതായ ഒരു സ്വകാര്യ വസ്തുക്കളും ഡെഡ് ബോഡിക്കരികിൽ നിന്നും ലഭിച്ചില്ല. ഇതോടെ ട്രക്കിനകത്ത് വെച്ച് കൊലപാതകം നടത്തിയതിനു ശേഷം കില്ലർ ഡെഡ് ബോഡി മാത്രമായി റോഡ് സൈഡിൽ ഉപേക്ഷിക്കുകയും സെലീന്റെ ബാഗും വസ്ത്രങ്ങളുമെല്ലാം മറ്റെവിടെയെങ്കിലും ഉപേക്ഷിച്ചിരിക്കുമെന്നുമുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി. സെലീന്റെ ശരീരമാസകലം ധാരാളം ചതവുകളും മുറിവുകളുമായിട്ടുണ്ട്. കഴുത്തുഞ്ഞെരിച്ചതിന്റെ ലക്ഷണങ്ങൾ കാണാം. ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. എന്നാൽ സെലീന്റെ ദേഹത്തു നിന്നും കില്ലറിന്റെ സീമൻ കണ്ടെത്താനായില്ല. എല്ലാത്തിനും പുറമെ കണ്ടെത്തുന്നതിന് 24 മണിക്കൂർ മുൻപെങ്കിലും ഡെഡ് ബോഡി റോഡിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നും മരണസമയം വ്യക്തമല്ല എന്നും മെഡിക്കൽ എക്സാമിനറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കാണാതായി 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഡെഡ് ബോഡി ലഭിച്ചത്. ഒന്നുകിൽ ഈ 10 ദിവസത്തോളം സെലീൻ ജീവനോടെ കില്ലറിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതിനു ശേഷം കില്ലർ ഡെഡ് ബോഡി ട്രക്കിൽ തന്നെ വെച്ച് 10ാം ദിവസം ഉപേക്ഷിച്ചതാവും.
കില്ലറിന്റേതാണെന്ന് കരുതുന്ന വൈറ്റ് കളർ മെഴ്സീഡീസ് ട്രക്കിനകത്ത് ഇൻഡസ്ട്രിയൽ ഫ്രീസർ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുകൂടി ന്യൂബറിയിലെ ട്രക്ക് ഡ്രൈവേഴ്സ് പറഞ്ഞതോടെ കൊലപാതകത്തിന് ശേഷം ഡെഡ് ബോഡി ട്രക്കിനകത്തെ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു. അപ്പോഴും കില്ലർ ആരാണ്, അയാളുടെ ട്രക്ക് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതേസമയം പോലീസുകാർ സെലീന്റെ പാരന്റ്സിനോട് സംസാരിച്ച സമയത്ത് മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. സെലീൻ ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് യാത്രയാരംഭിച്ച സമയത്ത് കയ്യിൽ 2 ബോട്ടിൽ ഷാമ്പെയിൻ കരുതിയിരുന്നു. കസിന് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഫ്രാൻസിൽ മാത്രം കിട്ടുന്ന റയർ ബ്രാൻഡിലുള്ള ഷാമ്പെയിൻ അവൾ കയ്യിൽ കരുതിയത്. ആ ഷാമ്പെയിൻ ബോട്ടിലുകൾ കില്ലർ എടുത്തു കാണണം. ഒരുപക്ഷെ അതവൻ അവന്റെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ കുടിക്കാനായി നൽകിയിട്ടുണ്ടാവാം. ബ്രിട്ടനിൽ അവൈലബിൾ അല്ലാത്ത ഈ ഷാമ്പെയിൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ വിവരമറിയിക്കണമെന്ന് പറഞ്ഞ് ആ ഷാമ്പെയിൻ ബോട്ടിലുകളുടെ ഫോട്ടോ സഹിതം പോലീസ് മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തു. എന്നാൽ അത്തരത്തിലുള്ള ഷാമ്പെയിൻ കണ്ടതായി പറഞ്ഞ് ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല. കേസിൽ ഒരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാക്കാൻ കഴിയാതെ വന്നതോടെ വിചിത്രമായ ചില നടപടികളുമായി മുന്നോട്ടു പോവാൻ പോലീസ് തീരുമാനിച്ചു. രാജ്യത്ത് മെഴ്സീഡീസിന്റെ വൈറ്റ് കളർ ട്രക്ക് ഓടിക്കുന്നവരുടെയെല്ലാം DNA സാമ്പിൾ കളക്ട് ചെയ്യാനുള്ള നടപടികളുമായാണ് പോലീസ് മുന്നോട്ടു പോയത്. കേസിൽ ഇതേവരെ കില്ലറിന്റെ DNA പോലീസിന് ലഭിച്ചിട്ടില്ല. എന്നിട്ടും എല്ലാ ട്രക്ക് ഡ്രൈവർമാരുടെയും DNA കളക്ട് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഇതൊരു വിചിത്രമായ നടപടിയാണെന്ന് പറയാൻ കാരണം. 1 മാസത്തോളം നീണ്ടുനിന്ന പ്രക്രിയയിൽ 5000-ഓളം പേർ സ്വമേധയാ പോലീസിന് DNA സാമ്പിൾ നൽകി കേസുമായി സഹകരിച്ചു. ബ്രിട്ടീഷ് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ മാസ് DNA കളക്ഷനായിരുന്നു ഈ കേസിൽ നടന്നത്. DNA നൽകാൻ വിസമ്മതിക്കുന്ന ട്രക്ക് ഡ്രൈവേഴ്സിനെ കണ്ടെത്തി പ്രത്യേകം നിരീക്ഷിക്കുക എന്നൊരു ഉദ്ദേശം കൂടി പോലീസിനുണ്ടായിരുന്നു. 1986 ഫെബ്രുവരി വരെ കേസിൽ യാതൊരു പുരോഗതിയുമില്ലാതെ മുന്നോട്ടു പോയി. എന്നാൽ ഫെബ്രുവരിയുടെ പകുതിയോടെ അന്വേഷണ സംഘത്തിന് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഒരു ഫോൺ കോൾ വന്നു. തന്റെ സഹപ്രവർത്തകരിൽ ഒരാളെ കാണാൻ കില്ലറിന്റെ രേഖാചിത്രവുമായി സാമ്യമുണ്ട് എന്നും റെഫ്രിജറേഷൻ യൂണിറ്റുള്ള മെഴ്സീഡീസിന്റെ ഒരു വൈറ്റ് കളർ ട്രക്കാണ് അവൻ ഓടിക്കുന്നത് എന്നുമാണ് വിളിച്ച വ്യക്തി പറഞ്ഞത്. സ്റ്റുവർട്ട് മോർഗൻ എന്ന ആ ട്രക്ക് ഡ്രൈവറിന് 36 വയസ്സായിരുന്നു പ്രായം. തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിൽ സ്റ്റുവർട്ട് ക്രിമിനൽ ഹിസ്റ്ററിയുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കാനോ DNA സാമ്പിൾ നൽകാനോ സ്റ്റുവർട്ട് തയ്യാറാവാതിരുന്നതോടെ പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു. ന്യൂബറിയിലെ ട്രക്ക് ഡ്രൈവേഴ്സ് കൂടി സ്റ്റുവർട്ടിനെ തിരിച്ചറിഞ്ഞതോടെ കാര്യങ്ങൾ വേഗത്തിലായി. സ്റ്റുവർട്ട് മോർഗൻ ഓടിച്ചിരുന്ന ട്രക്ക് പരിശോധിക്കാനായി വാറണ്ട് സംഘടിപ്പിച്ച പോലീസ് ഫോറൻസിക് ടീമുമായി എത്തി ആ ട്രക്ക് വിശദമായി പരിശോധിച്ചതോടെ തെളിവുകൾ ഓരോന്നായി ലഭിച്ചു തുടങ്ങി. ക്യാബിനകത്തെ സ്ലീപ്പിംഗ് ഏരിയയിലുള്ള ബെഡിൽ നിന്നും ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയത് നിർണായകമായി. പരിശോധനയിൽ അത് സെലീന്റെ ബ്ലഡാണെന്ന് സ്ഥിരീകരിച്ചു. സ്റ്റുവർട്ട് മോർഗനെ അറസ്റ്റ് ചെയ്യാൻ ആ തെളിവ് ധാരാളമായിരുന്നു. ഇതോടെ അയാളുടെ വീട്ടിലും പരിശോധന നടന്നു. ഇങ്ങനെ നടന്ന പരിശോധനയിൽ സ്റ്റുവർട്ട് മോർഗന്റെ വീട്ടിലെ ഗാരേജിൽ നിന്നും സെലീന്റെ ബാഗ് ഉൾപ്പെടെയുള്ള സ്വകാര്യ വസ്തുക്കൾ കണ്ടെത്തി. അതുപോലെ സ്റ്റുവർട്ടിന്റെ ട്രക്കിനകത്തുള്ള ടാക്കോഗ്രാഫിൽ നിന്നും നിർണായകമായ തെളിവുകൾ ലഭിച്ചു. ഒരു ട്രക്കിന്റെ ഡ്രൈവിംഗ് ടൈം, റെസ്റ്റ് പീരിയഡ്സ് എന്നു തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഡിവൈസാണ് ടാക്കോഗ്രാഫ്. ട്രക്ക് ഡ്രൈവേഴ്സിന് വിശ്രമം ലഭിക്കുന്നുണ്ടോ, നിയമപ്രകാരമാണോ അവർ വാഹനം ഓടിക്കുന്നത് എന്നെല്ലാം ആ ഡിവൈസിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നതാണ് പ്രത്യേകത. എല്ലാ ഡ്രൈവർമാരും ടാക്കോഗ്രാഫിൽ കൃത്യമായ വിവരങ്ങൾ നൽകണമെന്നത് നിർബന്ധമാണ്. എന്നാൽ സെലീന്റെ ഡെഡ് ബോഡി ഉപേക്ഷിച്ചതായി കരുതപ്പെടുന്ന ഡിസംബർ 28-ന് സ്റ്റുവർട്ടിന്റെ ടാക്കോഗ്രാഫിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തി. വോൾസെസ്റ്റർ ടൗണിലേക്കുള്ള യാത്ര സ്റ്റുവർട്ട് മനഃപൂർവ്വം മറച്ചുവെച്ചു. ആ സ്ഥലത്തു നിന്നുമാണ് അടുത്ത ദിവസം ഡെഡ് ബോഡി കണ്ടെത്തിയത്. എന്നാൽ ഡെഡ് ബോഡി ഉപേക്ഷിച്ചു കഴിഞ്ഞതിനു ശേഷം ടാക്കോഗ്രാഫിൽ മിസ്സിംഗ് ഡാറ്റ എൻ്റർ ചെയ്യാതെ അയാൾ ജോലി തുടങ്ങി. ഇത് സ്റ്റുവർട്ടിന്റെ ഡ്രൈവിംഗ് ലോഗിൽ സംശയകരമായ വിടവുണ്ടാക്കി. ആ വിടവ് ഡെഡ് ബോഡി ഉപേക്ഷിക്കാനെടുത്ത സമയവുമായി പൊരുത്തപ്പെട്ടതോടെ പോലീസുകാർക്ക് കാര്യങ്ങൾ വ്യക്തമായി. സെലീൻ ഫിഗാർഡിനെ കൊലപ്പെടുത്തിയ കേസിൽ സ്റ്റുവർട്ട് മോർഗൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ തനിക്ക് സെലീന്റെ കൊലപാതകവുമായി ഒരു ബന്ധവുമില്ല എന്നും അങ്ങനെയൊരു പെൺകുട്ടിയെ താൻ കണ്ടിട്ടില്ല എന്നെല്ലാമാണ് സ്റ്റുവർട്ട് പറഞ്ഞത്. എന്നാൽ പിന്നീട് ന്യൂബറിയിലെ മറ്റ് ട്രക്ക് ഡ്രൈവേഴ്സ് തന്നെ തിരിച്ചറിഞ്ഞുവെന്നും ഫോറൻസിക് ടീം നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയെന്നും അറിഞ്ഞതോടെ അയാൾ മൊഴി മാറ്റി. സെലീന് താൻ ലിഫ്റ്റ് കൊടുത്തു എന്നും പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം നടന്നുവെന്നും അവളെ കൃത്യസ്ഥലത്ത് ഇറക്കി വിട്ടു എന്നുമാണ് അയാളുടെ പുതിയ മൊഴി.
വീട്ടിലെ ഗാരേജിൽ വെച്ച് സെലീന്റെ ബാഗ് കണ്ടെത്തിയതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് അതവൾ ട്രക്കിൽ മറന്നുവെച്ചു എന്നായിരുന്നു അയാളുടെ മറുപടി. സ്റ്റുവർട്ട് പറയുന്നത് മുഴുവൻ നുണയാണെന്ന് പോലീസുകാർക്കിനി തെളിയിക്കേണ്ടതുണ്ട്. അവർ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. ഡിസംബർ 28-ന് സെലീന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തു നിന്നും 50 മൈൽ പുറകിലായി ഹൈവേക്കരികിലുള്ള ഒരു വെയർഹൌസിന് സമീപം സ്റ്റുവർട്ടും അയാളുടെ മെഴ്സിഡീസ് ട്രക്കും കണ്ടതായി പറഞ്ഞ് ഒരാൾ രംഗത്ത് വന്നു. ആ സമയം സ്റ്റുവർട്ട് ട്രക്കിനരികിലിരുന്ന് എന്തോ കൂട്ടിയിട്ട് കത്തിക്കുന്നത് കണ്ടു എന്നും അദ്ദേഹം പറഞ്ഞു. തണുത്ത കാലാവസ്ഥയെ പ്രതിരോധിക്കാനായി ട്രക്ക് ബ്രേക്സ് ഒന്ന് ഹീറ്റാക്കിയതാണ് എന്നായിരുന്നു സ്റ്റുവർട്ടിന്റെ വിശദീകരണം. ഉടനെ തന്നെ പോലീസ് ആ വെയർഹൌസിനടുത്തെത്തി പരിശോധന നടത്തിയതോടെയാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ലഭിച്ചത്. പകുതി കത്തിച്ച അവസ്ഥയിലായ സെലീന്റെ ഇന്നർ വെയറായിരുന്നു അത്. അതിൽ മുഴുവൻ അവളുടെ ചോരക്കറിയായിരുന്നു. സ്റ്റുവർട്ട് മോർഗൻ കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ലെങ്കിലും ലഭിച്ച തെളിവുകളെല്ലാം കൂട്ടിച്ചേർത്ത പോലീസ് സംഭവത്തിന്റെ ഒരു ടൈം ലൈൻ തയ്യാറാക്കി. ഡിസംബർ 18-ന് ഈവനിംഗ് 4:30 സെലീൻ സ്റ്റുവർട്ട് മോർഗന്റെ ട്രക്കിൽ കയറിയത്. ആ യാത്രക്കിടയിൽ എവിടെയോ വെച്ച് അയാൾ സെലീനെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ക്രൂരമായി മർദ്ദിച്ചവശയാക്കി കഴുത്തിഞ്ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ട്രക്കിലെ ക്യാബിനകത്ത് വെച്ച് തന്നെയാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന് ലഭിച്ച ബ്ലഡ് സ്റ്റെയിൻസിൽ നിന്നും മനസ്സിലാക്കാം. ശേഷം ഡെഡ് ബോഡി 10 ദിവസത്തോളം ആ ട്രക്കിനകത്തുള്ള ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചു. ഒന്നും സംഭവിക്കാത്തതുപോലെ ഡെലിവറികൾ നടത്തുകയും ചെയ്തു. കൊലപാതകം നടന്ന് 7-ാം ദിവസം അതേ ട്രക്കുമായാണ് സ്റ്റുവർട്ട് ക്രിസ്മസ് ആഘോഷിക്കാനായി അയാളുടെ വീട്ടിലെത്തിയത്. ഭാര്യയും മക്കളുമായി സ്റ്റുവർട്ട് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മീറ്ററുകൾക്കപ്പുറത്ത് കിടക്കുന്ന ട്രക്കിനകത്ത് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഉണ്ട് എന്ന് ആരും അറിഞ്ഞിരുന്നില്ല, സ്റ്റുവർട്ടിനെ ഒഴിച്ച്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ ഡെഡ് ബോഡി ഉപേക്ഷിക്കാൻ സ്റ്റുവർട്ട് തീരുമാനിച്ചു. ഇതിനായി ഒരു മഴു, ഇലക്ട്രിക് കട്ടർ, കുഴിയെടുക്കുന്നതിനുള്ള ടൂൾസ് എന്നിവയെല്ലാം സ്റ്റുവർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ ബില്ലുകൾ പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. ഡെഡ് ബോഡി വെട്ടിമുറിച്ചതിനു ശേഷം പല സ്ഥലങ്ങളിലായി കുഴിച്ചുമൂടുക എന്നുള്ളതായിരുന്നു സ്റ്റുവർട്ടിന്റെ ആദ്യത്തെ പ്ലാൻ എന്ന് വ്യക്തമാണ്. എന്നാൽ മറ്റെന്തോ കാരണങ്ങളാൽ അയാൾ ആ പ്ലാൻ മാറ്റി ഡെഡ് ബോഡി റോഡ് സൈഡിൽ വലിച്ചെറിഞ്ഞ് പോവുകയായിരുന്നു. ക്രിസ്മസ് കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം സ്റ്റുവർട്ട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന് 2 ബോട്ടിൽ ഫ്രഞ്ച് ഷാമ്പെയിൻ ഗിഫ്റ്റായി കൊടുത്തതും കണ്ടെത്തി. ഷാമ്പെയിനുകൾ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫ്രഞ്ച് ഡ്രൈവറിൽ നിന്നും വാങ്ങിയതാണ് എന്നാണ് സ്റ്റുവർട്ട് സുഹൃത്തിനോട് പറഞ്ഞത്. എന്നാൽ അത് സെലീന്റെ കയ്യിലുണ്ടായിരുന്ന സെയിം ബ്രാൻഡിലുള്ള ഷാമ്പെയിനുകളായിരുന്നു. പ്രതി സ്റ്റുവർട്ട് മോർഗൻ തന്നെയാണ് എന്നുള്ള എല്ലാ തെളിവുകളും പോലീസ് കണ്ടെത്തി. 1996 ഒക്ടോബറോടെ കേസിലെ വിചാരണ ആരംഭിച്ചു. കോടതിയിലും പ്രതി കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല. എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളെല്ലാം പ്രതിക്കെതിരായതോടെ കില്ലർ സ്റ്റുവർട്ട് മോർഗൻ തന്നെയാണെന്ന് ജൂറിക്ക് ബോധ്യപ്പെടുകയും അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. കുറഞ്ഞത് 20 വർഷമെങ്കിലും തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞതിനു ശേഷമേ സ്റ്റുവർട്ടിനെ പരോളിന് പരിഗണിക്കാവൂ എന്നും വിധിയിൽ പറയുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം 2016-ൽ സ്റ്റുവർട്ട് മോർഗൻ പരോളിന് അപേക്ഷ നൽകിയെങ്കിലും അത് നിരസിക്കപ്പെട്ടു. ഈ 2 പതിറ്റാണ്ടായിട്ടും പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പരോൾ നിരസിക്കാനുള്ള കാരണം. സ്റ്റുവർട്ട് മോർഗൻ സമൂഹത്തിന് അപകടകാരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ ഇപ്പോഴും ജയിൽ മോചിതനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.